പഴംപൊരിയും ബീഫും ചില്ലി ചിക്കനും ഒക്കെ പോലെ മധുരവും എരിവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഷും തീർച്ചയായിട്ടും ഇഷ്ടം. കപ്പങ്ങ, ഓമയ്ക്ക, പപ്പരയ്ക്ക, കർമ്മൂസ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നല്ല ചേനച്ച പപ്പരയ്ക്കാണ് നമുക്കിത് വേണ്ടത്. ചേനച്ചത് തന്നെ വേണം കേട്ടോ. സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വെള്ളത്തിയിട്ട് വെച്ച പപ്പയ്ക്ക നമ്മൾ എടുത്തിട്ട് നല്ലതുപോലെ കഴുകുക. അതിൻ്റെ ആ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മാറുന്ന ഒരു പശ പോലെയുള്ള മാറ്റിയെടുത്ത ശേഷം ഞാൻ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ചോപ്പറിലാണ് അടിച്ചെടുക്കുന്നത്. 3 ട്രിപ്പായിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കറിവേപ്പില, സവോളയും പച്ചമുളകും എല്ലാം കൂടെ നല്ലതുപോലെ വഴച്ചെടുക്കുക. വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി വളരെ കുറച്ച് മതി, നമ്മുടെ എരിവിൻ്റെ മാത്രം ഒരു ആവശ്യത്തിന് മാത്രം മതി. എല്ലായിട്ട് നല്ലപോലെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പകുതി തക്കാളി ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പരയ്ക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിടുക. വേവ് ഒത്തിരി വെന്ത് പോകരുത്, നമ്മുടെ ആവശ്യത്തിനുള്ള വേവ്, ഒരു ചെറിയ